വളരെ സീരിയസ് ആയിട്ട് നമുക്കൊരു ചായ കുടിച്ചിട്ട് തുടങ്ങിയാലോ? ഞാനിപ്പോൾ ഉള്ളതേ വളഞ്ഞെങ്ങാനത്താ. സത്യത്തിൽ നമ്മൾ ഇങ്ങോട്ടല്ല വന്നത്, നമ്മൾ നേരെ പാഞ്ചാലിമേടിൽ പോകാം. പാഞ്ചാലിമേട് പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നിലവിൽ നമ്മുടെ വണ്ടിയുടെ കിടപ്പ് വെച്ചിട്ട് അത് പോകാനൊരു ബുദ്ധിമുട്ട്, രണ്ട് ഡ്രൈവർമാർ തമ്മിലുള്ള ഒരു മാനസിക സംഘർഷാവസ്ഥയുണ്ടല്ലോ, അതാ പുള്ളി അനുഭവിച്ചിറങ്ങി വന്നേ. നിന്നെ കണ്ടുപിട്ടി കേട്ടോ. അപ്പോൾ അവരുമായിട്ടൊന്ന് അവരെ എങ്ങനെ കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് നേരെ ഇനി കണ്ടിന്യൂ ചെയ്യാം. ഹലോ, അപ്പം നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പാഞ്ചാലിമേട്. അപ്പം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്ഥലം പല രീതിയിൽ, പല വിഷ്വലിൽ അല്ലെങ്കിൽ പല ആംഗിളിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വിഷ്വലിലായിരിക്കും, അതായത് എൻ്റെ ആംഗിളിലായിരിക്കും. അത് ഞാൻ എന്ത് വീഡിയോ എടുത്താലും, അത് ഇനിയുള്ള മുമ്പോട്ടുള്ള ഏത് വീഡിയോ ആണെങ്കിലും എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അതേ ഫീലിലായിരിക്കും ഞാൻ ആ വീഡിയോ കാണിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പാഞ്ചാലിമേട്, പാഞ്ചാലിമേടിൻ്റെ കവാടം. ഞാൻ വന്ന സമയം കറക്റ്റാണെന്ന് തോന്നുന്നു. വലിയ ആളോ തിരക്കോ ഒന്നുമില്ല, എന്നാൽ അത്യാവശ്യം ആളുണ്ട് താനും. നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് ഒരു ന്യൂ ബിൽഡിംഗ് ആണ്. അതൊരു ഓൾഡ് ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു മതിലിൻ്റെ മൂലയിലായിട്ട് ഒരു ആനയുടെ തലയുടെ ഒരു ശില്പം കാണാം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതുപോലെ ഒരു ശില്പത്തിൽ നിന്നും തുമ്പിക്കൈയിൽ നിന്നും വെള്ളം വരുന്നത് കാണാം. നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മുമ്പിൽ കാണുന്ന കാഴ്ചകളാണ് ഇങ്ങനെയൊക്കെ. ഇനി നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഇവിടെയൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ നിറഞ്ഞു നിൽക്കേണ്ടതാണ്. കാരണം വേറൊന്നുമല്ല, ഇവിടെ അതിന് നേരെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ക്യാൻറ്റീനും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ഒരു സംരംഭമായിരുന്നു. അതൊന്നും ഇപ്പം അടച്ചു കിടക്കുന്നു, എന്താണെന്നറിയത്തില്ല. നമുക്കിനി ഇവിടുന്ന് മുന്നോട്ട് നടക്കാം. കുറച്ച് നടക്കാനുണ്ട്. അപ്പോഴാണ് ഒരു ബോർഡ് കണ്ടത്, ലോങ്ങസ്റ്റ് സിപ്പ് ലൈന്. അപ്പം ഈ കാണുന്നതാണ് പുതിയ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പാഞ്ചാലിമേട് വരുന്നവർക്ക് ഇതിലൂടെയൊക്കെ കയറി റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ പാഞ്ചാലിമേട്ടിൽ കാണുന്ന ഒരു കുരിശിൻ്റെ അടുത്ത് വന്നു. അങ്ങ് ദൂരെ ഒരു മല പോലെ കാണുന്നില്ല, ഇതാ കാണുന്നത്, അവിടെ നമുക്ക് ചെല്ലേണ്ടതായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരു ബോർഡ് കണ്ടു. ഈ ബോർഡൊന്ന് നോക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇതാ മലയുടെ മുകളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നിലത്ത് നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും. അത്യാവശ്യം നല്ലൊരു കുത്ത് കയറ്റമാണ്. ഞാനങ്ങ് ചെന്നപ്പോൾ ഒരു കുഞ്ഞിനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ എടുത്തുകൊണ്ട് ചെന്നു. അവൾക്ക് തന്നെ കൺഫ്യൂഷനായി എവിടെ നോക്കണമെന്നുള്ളത്. ഇതാണ് പാഞ്ചാലിമേട്ടിൽ ഏറ്റവും ടോപ്പിലായിട്ട് നിൽക്കുന്ന ആ ഒരു കുരിശ്. പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലത്തെ പല വട്ടം വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊന്നും വീഡിയോയോ മൊബൈലിൽ പോലും ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. അപ്പം ഇന്നിപ്പം അടിപൊളി ഒരു എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ വ്യൂസ് എന്നൊക്കെ പറയുന്നത് കിടിലനാണ്. അപ്പോൾ കയറി വന്നതിലും സൂക്ഷിച്ച് വേണം ഇറങ്ങിപ്പോകാൻ വേണ്ടി. ഉരുളങ്കല്ലും കരിങ്കല്ലും മണ്ണും എല്ലാം ഇളകി മറിഞ്ഞ് കിടക്കുവാണ്. തെന്നി വീണാൽ പണി കിട്ടും. അപ്പം സൂക്ഷിച്ചും കണ്ട് ഇറങ്ങി പോവുക. നമ്മൾ ആദ്യം കണ്ട ആ ഫ്രണ്ടിൽ കണ്ട ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഏകദേശം അതേ ഡിസൈനിൽ വരുന്ന രണ്ടെണ്ണം ഇതുപോലെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് വിശ്രമിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഇത് അങ്ങ് ദൂരെ കാണുന്നത് ഒരെണ്ണം കൂടെ ഉണ്ട്, അതാണിത്. അപ്പം ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ആണ്, അത്യാവശ്യം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ കാണുന്ന കുരിശുകളാണ്. സൈഡിലൂടെ നമുക്ക് ഒരു നിരനിരയായിട്ട് കുരിശുകൾ കാണാം. അപ്പോൾ ഇവിടുന്ന് ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോഴേ ഇത് ആ കാണുന്നതുകൊണ്ട് അവിടെ ഒരു അമ്പലം. ഞാൻ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും കാണാത്ത ഒരു സംഭവം ഞാൻ ഇന്ന് കണ്ടു. അതെന്നാന്ന് ചോദിച്ചാൽ ഒരമ്പലം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വീഡിയോയിൽ മിക്ക വീഡിയോയ്ക്കകത്ത് അമ്പലവും പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും എല്ലാം ആണല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഞാനത് മനഃപൂർവ്വം എടുക്കുന്നതല്ല, അതെന്തോ എൻ്റെ വീഡിയോയ്ക്കകത്ത് അങ്ങനെ വരുന്നതാണ്. നമ്മൾ പെട്ടെന്ന് കാണുന്നത് അമ്പലവും പള്ളിയും ഒക്കെയാണ്. നല്ലൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. എന്താണേലും അത് കലക്കി. ഈ അമ്പലത്തിൻ്റെ
ചുറ്റുവട്ടമൊക്കെ നമുക്ക് ഒന്ന് കാണാം. ഇത് ഏത് അമ്പലമാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു ചെറിയൊരു ശിവലിംഗമാണ്. അതാണ് പാഞ്ചാലിമേടിൻ്റെ ആ ഏറ്റവും ടോപ്പിലുള്ള കുരിശ്. അവിടെയാണ് നമ്മളിപ്പോൾ പോയത്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ ശിവലിംഗം കാണാം. അപ്പം അവിടെ വന്ന് നിന്നപ്പോൾ ഞാൻ അവിടുത്തെ ആ കുരിശിൻ്റെ വീഡിയോ എടുത്തപ്പോഴാണ് നേരെ ഈ അമ്പലം ഇവിടെ കാണുന്നത്. സത്യമായിട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ചിലപ്പം ഇതിപ്പം ഉണങ്ങി അല്ലെങ്കിൽ മഞ്ഞ് മൂടാതെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്കിത് കാണാൻ പറ്റിയത്. ഞാൻ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഇതെല്ലാം മഞ്ഞ് മൂടി കിടക്കുന്ന ഒന്നെങ്കിൽ ചെറിയ ചാറ്റൽ മഴ അല്ലെങ്കിൽ മഞ്ഞ് മൂടി ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്താണേലും ഇപ്പോൾ ഇത് കാണാൻ പറ്റി. ഇതിൻ്റെ അപ്പുറത്തെ, അതായത് ഇതിന് നേരെ അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു സംഭവം കൊണ്ടുണ്ട്. ഒന്ന് കാണിച്ചു തരാം. സത്യം പറഞ്ഞാലേ പാഞ്ചാലിമേട് വന്നാൽ എന്താ കാണാനുള്ളത്? ഒന്നും കാണാനില്ല. കുറച്ച് മലകൾ കാണാം, കുറച്ച് കുരിശുകൾ കാണാം. ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു അമ്പലം കണ്ട അവിടെ. പക്ഷേ നമ്മൾ ഈ അടുത്ത് കിടക്കുന്നവർക്കൊക്കെയാണ് എന്ത് കാണാനെന്ന് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ദൂരെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ദൂരെയുള്ളവർ നമ്മുടെ അടുത്തോട്ട് വരും. അപ്പം എന്താണേലും ആ അമ്പലത്തിൻ്റെ മുറ്റത്തൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ ചെല്ലാം. ഇതുവഴിയൊക്കെ ഇങ്ങനെ വരാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ കാണുമ്പം ഒരു പ്രത്യേകതയൊക്കെ ആയിട്ട് തോന്നുന്നു. അപ്പം പിന്നെ എൻ്റെ ഒരു വീഡിയോ എടുക്കാം. നാഗരാജാവിൻ്റെ ഒരു വിഗ്രഹമുണ്ട്, നാഗയക്ഷിയുണ്ട്. ഇതൊക്കെ പാഞ്ചാലിമേട് വന്ന് ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. അതാണ് അമ്പലം. ഇതൊക്കെ ഇവിടെ വന്ന് വീഡിയോ എടുക്കാമെന്നൊന്നും അറിയത്തില്ല. വീഡിയോ ഞാൻ എടുത്തു. അവിടെ അങ്ങനെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരിക്കും. ഓപ്പണായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ ആർക്കും വന്ന് പോവാം. ഞാൻ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചു. കുറച്ച് ദൂരമൊക്കെ നടന്നില്ലേ, മടുത്തു. പാഞ്ചാലിമേട് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും കാണാനില്ല, ഒന്നുമില്ല. കുറച്ച് മഞ്ഞുണ്ടായിരുന്നത് മഞ്ഞെങ്കിലും കാണാമായിരുന്നു. ഇതിപ്പം മഞ്ഞുമില്ല. പക്ഷേങ്കിൽ മഞ്ഞില്ലാത്ത ഒരു പാഞ്ചാലിമേട് ഞാനിപ്പോഴാണ് കാണുന്നത്. ഇതല്ല ഞാൻ കണ്ട പാഞ്ചാലിമേട്. അപ്പം മഞ്ഞെന്ന് പറയുന്നതേ ഇല്ല. സാധാരണ ഇവിടെയൊക്കെ വരുമ്പോൾ ഫുള്ള് മഞ്ഞ്. ഇത് ഇങ്ങനൊരു വ്യൂ നമുക്ക് കാണാനേ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വ്യൂ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അതുപോലെ മഞ്ഞായിരിക്കും ഇവിടെ എല്ലാം. മഞ്ഞുള്ളപ്പോഴാണ് നമ്മൾ കൂടുതൽ ഇതുവഴി എല്ലാം വന്നേക്കുന്നത്. അപ്പം നമ്മൾ വന്നത് ഇത് അവിടെ നിന്നാണ്. അപ്പം KSRTC വരുന്നുണ്ടോ? മുണ്ടക്കയം വണ്ടിയാണ്. അപ്പം ഈ സമയം എന്ന് പറയുന്നത് 5:31. ഈ സമയത്ത് നമുക്ക് നേരെ മുണ്ടക്കയത്തിന് ബസ്സുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെയും ചെയ്ത വീഡിയോസ് അല്ലാതെ എൻ്റെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടുള്ള വീഡിയോസാണ് ചെയ്തേക്കുന്നത്. ഇവനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇവനാണ് എൻ്റെ സാരഥി. ഇവനുമായിട്ടാണ് ഞാൻ ഈ കറങ്ങി നടക്കുന്നത്. 8 വർഷത്തോളം എൻ്റെ കൂടെ ഇപ്പം പുള്ളിക്കാരനുണ്ട്. പുള്ളിയായിട്ടാണ് ഞാൻ കറക്കം ഫുള്ള്. അപ്പം കംഫർട്ട് സോൺ പൊട്ടിച്ച് വെളിച്ചാടണം. അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.